we are going to discuss about debentures. Debenture is a debt issued by a company from banks. It's a bond conveying an acknowledgement of debt, also containing provisions as to payment of interest and repayment of the principal. Next, problems in debentures are inordinate delay in getting loan, rising overdues, and reduction in annual disbursement of loans. Inordinate delay in getting loans. ഒരു മെമ്പർ ബാങ്കിൽ ലോണിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 2 to 3 months ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബാങ്ക് അത് ആക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. നെക്സ്റ്റ്, റൈസിങ് ഓവർഡ്യൂസ്. ഓവർഡ്യൂസ് എന്ന് വെച്ചാൽ ഈ എടുത്ത ലോണ് കുറച്ച് പീരീഡ് കഴിഞ്ഞാൽ അത് റീപേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ റീപേയ്മെൻറ്റ് ചെയ്യാത്ത എമൗണ്ടിനെ വിളിക്കുന്നതാണ് ഓവർഡ്യൂസ്. ഓവർഡ്യൂസ് റേറ്റ് ഭയങ്കര ഹൈ ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർക്ക് ലോണൊന്നും അഫോർഡബിൾ അല്ല. തേർഡ് വൺ, റിഡക്ഷൻ ഇൻ ആനുവൽ ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് ലോൺസ്. ഒരു വർഷത്തിൽ കുറേ ആൾക്കാർ ലോണിന് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാർക്കും ലോണ് പ്രൊവൈഡ് ചെയ്യാൻ ബാങ്കിൻ്റെ അടുത്ത് ഫിനാൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു വർഷത്തിൽ കുറേ ആൾക്കാർക്ക് ലോണ് കിട്ടാതെ വരും. അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, പ്രൊസീജിയർ ഇൻ ഗെറ്റിംഗ് ലോങ് ടേം ലോൺ. എ പേഴ്സൺ ഹു വിഷസ് ടു ഗെറ്റ് ലോൺ ഫ്രം PADB, Primary Agricultural Development Bank, should become a member of bank. Then he has to apply for loan in the prescribed form. In the application form, the essential informations like name, address, amount of loan, purpose of loan, area of land possessed, etc. have to be furnished. ലോൺ എടുക്കുമ്പോൾ മെമ്പറിൻ്റെ അണ്ടറിലുള്ള ഒരു പ്രോപ്പർട്ടി സെക്യൂർ ചെയ്യേണ്ടതുകൊണ്ട് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും ബാങ്കിന് സമർപ്പിക്കേണ്ടതാണ്. Then he has to give many affidavit to show that the property is in his actual possession. Then he has to pay administrative and legal fees in prescribed manner. Then an encumbrance certificate for 13 years should be taken from sub-registrar's office. അങ്ങനെ ഈ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞതിന് ശേഷം നമ്മൾ അപ്ലിക്കേഷൻ ഫോം ബാങ്കിന് കൊടുത്താൽ ബാങ്ക് അതിൻ്റെ സ്ക്രൂട്ടിനി കഴിഞ്ഞിട്ട് ഫർദർ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് ഫയൽ ഹാൻഡ് ഓവർ ചെയ്യും. എന്നിട്ട് ഒരുപാട് പ്രൊസീജിയേഴ്സ് കഴിഞ്ഞതിന് ശേഷം ലോണ് ലഭിക്കും.